എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കേക്ക് എന്ന് പറയാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാകുമോ, ഇതുവരെ കേക്ക് ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിത് എഗ്ഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം എഗ്ഗ് കഴിക്കാത്തവർക്കും ഈ കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ആഡ് ചെയ്യാം. ഞാനൊരു 1.5 കപ്പ് മൈദയാണ് ആഡ് ചെയ്യുന്നത്. അതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമുക്കൊന്ന് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ മൈദയുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റും ബട്ടറും ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു പാനിലോട്ടാണ് ചെറു ചൂടിലേ വെക്കാവൂ. അതിനകത്തോട്ട് ഞാനൊരു 125 ഗ്രാം ബട്ടർ ആഡ് ചെയ്യുവാണ്. അതിലോട്ട് തന്നെ നമുക്ക് ഒരു 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ്, നമ്മൾക്ക് എന്താണ് മിൽക്കി ബാർ കിട്ടുമല്ലോ കടയിൽ നിന്ന്, അതായാലും മതി. ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് മിൽക്കി ബാറാണ്. 150 ഗ്രാമോളം മിൽക്കി ബാർ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ്. ഈ ചെറു തീയിലിരുന്നതൊന്ന് മെൽട്ടായി എടുക്കണം. ഏറ്റവും ചെറു തീയിൽ വെച്ച് വേണം നമ്മൾ ഈ ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്ന് ഉരുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കിനും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പം തീ അങ്ങ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് നന്നായിട്ട്, കണ്ടല്ലോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമ്മൾ പെട്ടെന്ന് ഗ്യാസ് അങ്ങ് തീ ഓഫ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും ബട്ടറും ഒക്കെ മെൽട്ടായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് പാല്, അതായത് ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്യുവാണ്. പാലൊഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. ഇതൊരു 400 ഗ്രാം കണ്ടൻസ് മിൽക്കാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതിലൊരു 300 ഗ്രാം കണ്ടൻസ് മിൽക്ക് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം കണ്ടൻസ് മിൽക്കേ ചേർക്കുന്നുള്ളൂ. കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഭയങ്കര ടേസ്റ്റുള്ള കേക്കാണ്. നമ്മൾ മെൽട്ടായിപ്പോൾ നാക്കിൽ വെച്ചാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് വാനില പൗഡറാണ്. വാനില എസൻസ് ഉണ്ടെങ്കിൽ അതായാലും മതി. വാനില എസൻസും കൂടെ അല്ലെങ്കിൽ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ കേക്കിനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദാ കൂട്ടിലേക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒഴിച്ച് ചെറുതായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ഇതേപോലെ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിതിനകത്തോട്ട് എക്സ്ട്രാ വെള്ളമോ അതേപോലെ ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത്രയും കൂട്ടുമതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞിപോണക്കത്തെ കേക്ക് കിട്ടും. ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ബാക്കിയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാനൊരു ദോശക്കല്ലിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ തീ ഓൺ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് നല്ല തീയിൽ ഇതിപ്പോൾ ഞാൻ ചൂടാക്കി വെച്ചേക്കുവാണ് ഈ ഫ്രൈങ് പാന്. അതിലോട്ട് ഞാൻ ബട്ടർ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം മാത്രം കേക്ക് ബാറ്റർ ഒഴിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കൂട്ടൊഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുവാണ്. നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് കേക്ക് ബാറ്റർ ഒഴിക്കുന്നത്. കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പാറ്റിലയോ ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നമുക്കിതിനകത്തിലെ ബബിൾസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ആ ബബിൾസ് എല്ലാം അങ്ങ് മാറിക്കിട്ടും. അതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കേക്കിൻ്റെ കൂട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ചെറു തീയിൽ അടച്ച് വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. വളരെ
ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഒരു ഗ്ലാസ് ലിഡ് വെച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിന് ഒരു അടപ്പിനൊരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഗ്രാമ്പൂ വെച്ച് അടച്ച് നമുക്കിനി ഇത് ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ കേക്കൊക്കെ ആയോ നോക്കാം. ഞാനൊരു ചെറിയൊരു നൈഫ് വെച്ച് കുത്തി നോക്കിയപ്പോൾ കണ്ടില്ലേ, നമ്മളെ കേക്കിൻ്റെ എല്ലാം കംപ്ലീറ്റ് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേണ്ട തണുത്ത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ടെക്സ്ചർ അറിയാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഞാനൊരു പീസ് കട്ട് ചെയ്ത് കണ്ടില്ലേ, ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ളൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്കിതിന് പൗഡർ ഷുഗറോ കണ്ടൻസ് മിൽക്കോ ഒഴിച്ച് കഴിച്ച് നോക്കാം. ഇത് ശരിക്കും ഒരു ബ്രൗണിയുടെ അല്ലെങ്കിൽ വളരെ സോഫ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് കേക്കിൻ്റെ ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിനകത്ത് എഗ്ഗ് ചേർക്കുന്നില്ല. അപ്പം എഗ്ഗ് കഴിക്കാത്തവർക്കും വളരെ നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ലിബീസ് കിച്ചൺ തന്നെ. അപ്പോൾ അതും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.